ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ശബരിമലയിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി. ഉടനെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇത് നടത്തേണ്ട സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. ദേവപ്രശ്നത്തിന്റെ വിധി എന്ന് പറഞ്ഞാൽ ശരിയായി നറുക്കെടുപ്പിലൂടെ അല്ല ചിന്തിക്കുന്നത്. ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ കൊണ്ട് തെരഞ്ഞെടുപ്പിച്ചിട്ട് അതിൽ കൂടെയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പണ്ഡിതന്മാരാരാണ്? ഈ ജ്യോതിഷത്തിൻ്റെ പണ്ഡിതന്മാരെ തെരഞ്ഞെടുപ്പിച്ചതിലാണ് പഴയ കാലങ്ങളൊക്കെ പ്രശ്നം വയ്ക്കാറുണ്ട്. ഇപ്പോഴാണ് നറുക്കെടുപ്പിൽ കൂടെ വരുന്നത്. സ്വയം ഇഷ്ടപ്രകാരം നടക്കണം. അതല്ല വേണ്ടത്. അപ്പോൾ ദേവന്റെ അവിടുത്തെ പ്രശ്നം ഇഷ്ടാനിഷ്ടാങ്ങൾ അറിയണമെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്ന സമ്പ്രദായമാണ് ആദ്യം ചെയ്തത്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ ദേവന്റെ അവിടെ പ്രശ്നം ആവശ്യമാണ് ഈ സാഹചര്യത്തിൽ. സർക്കാർ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡുകളുടെ ഒത്താശയോടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നത് വ്യാപക കൊള്ളയെന്ന് പണിക്കർ സർവീസ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് ബേപ്പൂർ മുരളീധര പണിക്കർ. ക്ഷേത്ര സ്വത്തുക്കളിൽ തുടങ്ങി ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയിൽ വരെ കൈയിട്ട് വാരുന്ന നികൃഷ്ട സമീപനമാണ് ദേവസ്വം ബോർഡ് അധികൃതരുടെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഒടുവിലത്തെ ഉദാഹരണമാണ് ശബരിമല ക്ഷേത്ര ദ്വാരപാലകരുടെ പ്രതിമ സ്വർണ്ണ വിവാദമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതൊരു മഞ്ഞുമലയുടെ പുറത്തു കാണുന്ന ഭാഗം മാത്രമാണ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സമാനമായ ഇടപെടലുകളും പകൽക്കൊള്ളയും നടക്കുന്നുണ്ടെന്നത് കാലങ്ങളായുള്ള ആരോപണമാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ട് സമഗ്ര അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ബേപ്പൂർ മുരളീധര പണിക്കർ, ചെലവൂർ ഹരിദാസ പണിക്കർ, വിജീഷ് പണിക്കർ, മൂലയിൽ മനോജ് പണിക്കർ, അനിൽ പണിക്കർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സാഹിത്യനഗരം പദവി ലഭിച്ച കോഴിക്കോട് പഴയ സാഹിത്യ